അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു സംഭവം പറയാം. ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ ഒരു യാത്രയിലായിരുന്നു. യാത്രക്കിടയിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ തലയിൽ വലിയ മുറിവുണ്ടായി. ഒരു കല്ല് പതിച്ചിട്ട് മുറിവുണ്ടായി. അങ്ങനെ അദ്ദേഹം കിടന്നുറങ്ങുകയും ഉറക്കത്തിൽ സ്വപ്നസ്ഖലനം നിമിത്തം അദ്ദേഹം ജനാബത്തുകാരനാവുകയും ചെയ്തു. ഉറക്കമുണർന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് വന്ന് അദ്ദേഹം സംശയം ചോദിക്കുകയാണ്, എനിക്ക് വല്ല ഇളവുമുണ്ടോ? ഞാൻ തയമ്മും ചെയ്താൽ മതിയോ അതോ കുളിക്കണോ? അപ്പോൾ ആളുകൾ പറഞ്ഞു, നിങ്ങൾ എന്തായാലും കുളിക്കണം, തയമ്മും പോരാ. അദ്ദേഹം വെള്ളം എടുത്ത് തൻ്റെ തലയിലേക്ക് ഒഴിക്കുകയും അത് കാരണത്താൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഈ ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് വന്ന് വിശദീകരിച്ചപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടു കൂടിയാണ് അതിനെ നോക്കി കണ്ടതും പ്രതികരിച്ചതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖതലൂഹു, ഈ ആളുകൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തി. ഖതലഹുമുല്ലാഹ്, അള്ളാഹു അവരെ കൊല്ലട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോക്കൂ, നിങ്ങൾ അറിവില്ലാതെ കൃത്യമായ വിജ്ഞാനമില്ലാതെ ഫത്വ കൊടുത്തതിൻ്റെ കാരണത്താൽ ഒരു മനുഷ്യനെ അവർ കൊന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ പറഞ്ഞ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വലിയ ഒരു കാര്യമുണ്ട്. അതാണ് എൻ്റെ ഈ സംസാരത്തിൻ്റെ ഉള്ളടക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർക്ക് അറിയില്ലെങ്കിൽ അവർക്ക് ചോദിക്കാമായിരുന്നല്ലോ. അറിയാത്ത കാര്യം അറിവുള്ളവരോട് ചോദിച്ച് പഠിക്കുക എന്നത് സലഫിയ്യത്തിൻ്റെ അഹ്ലുസുന്നത്തിൻ്റെ അടിസ്ഥാന നിയമമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ അറിവുള്ളവരോട് ചോദിക്കൂ. നിങ്ങൾക്കറിവില്ലെങ്കിൽ അറിവുള്ള പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നത്, അവർ ഒരു സമൂഹത്തിലുണ്ട് എന്നത് അള്ളാഹുവിൻ്റെ വലിയ നിഅമത്താണ്. എന്തുകൊണ്ടെന്നാൽ അവരാണ് നമ്മളെ ശരീഅത്തിലൂടെ ശരിയായ രീതിയിൽ വഴി നടത്തുന്നത്. നോക്കൂ, നിങ്ങൾ ബനൂ ഇസ്രായേലുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവർക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത വലിയ നിഅമത്ത്, വജഅൽനാ മിൻഹും അഇമ്മതൻ യഹ്ദൂന ബിഅംറിനാ. അവർക്ക് സ്വബ്ർ ചെയ്തത് നിമിത്തം അവരുടെ കൂട്ടത്തിൽ ഉലമാക്കളെ അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തു. അങ്ങനെ ആ ഉലമാക്കൾ അവരെ ശരിയായ സന്മാർഗത്തിലൂടെ വഴി നടത്തുകയും ചെയ്തു എന്ന് അള്ളാഹു പറയുകയാണ്. നമ്മുടെ ഉമ്മത്തിനെ എടുത്തു നോക്കിയാൽ നമ്മുടെ ഉമ്മത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം ഉലമാക്കൾ ഈ ഉമ്മത്തിലുണ്ട് എന്നാണ്. ഉലമാക്കൾ ഇല്ലാതായി തീരുമ്പോഴാണ് ആളുകൾ വഴിപിടക്കുകയും അങ്ങനെ ലോകാവസാനം സംഭവിക്കുകയും ചെയ്യുക എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യൻ്റെ ചരിത്രം ആദം അലൈഹിസ്സലാം മുതൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓരോ സമുദായങ്ങളും പിഴച്ചത് അവരുടെ കൂട്ടത്തിലെ ഉലമാക്കൾ ഇല്ലാതായപ്പോഴാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പണ്ഡിതന്മാരെല്ലാം മരിച്ചു തീർന്നപ്പോഴാണ് നൂഹ് അലൈഹിസ്സലാമിൻ്റെ സമൂഹം ഷിർക്കിലേക്ക്, തങ്ങളുടെ വിശ്വാസകാര്യങ്ങളിൽ പിഴച്ച് ഷിർക്കിലേക്ക് എത്തിപ്പോയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഉലമാക്കൾക്ക് വലിയ സ്ഥാനം പരിശുദ്ധ ദീൻ കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ ആലിമി അലൽ ആബിദ്, ഒരു ഇബാദത്തൊക്കെ ചെയ്യുന്ന ഒരാളും ആലിമും തമ്മിലുള്ള ഉദാഹരണം എന്താണ്? ഉദാഹരണം കമസലിൽ ഖമർ ലൈലത ബദർ, അതായത് പൗർണമി നാളിൽ പൂർണ്ണചന്ദ്രൻ എത്രത്തോളം തിളങ്ങി നിൽക്കുന്നുണ്ടോ ആ ചന്ദ്രനെ പോലെയാണ് ഉലമാക്കൾ മറ്റ് നക്ഷത്രങ്ങളെ അപേക്ഷിച്ച്. അതായത് നല്ല ഇബാദത്ത് ചെയ്യുന്നവർ മറ്റ് നക്ഷത്രങ്ങളെ പോലെയാണെങ്കിൽ ഉലമാക്കൾ പൂർണ്ണചന്ദ്രനെ പോലെ ആളുകൾക്ക് വെളിച്ചം നൽകി അവരെ വഴി നടത്തി നിലകൊള്ളുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്പിയാക്കൾ അവർ അനന്തരമായി ഉപേക്ഷിച്ചു പോകുന്നത് ദീനാറും ദിർഹമുമല്ല, മറിച്ച് ഇൽമാണ്. ആ ഇൽമ നുകർന്ന, അത് പകർന്ന പണ്ഡിതന്മാർ, അവരാണ് അമ്പിയാക്കളുടെ അനന്തരാവകാശികൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുകയാണ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സ്ഥാനമുള്ളവർ, ഏറ്റവും ഉന്നതന്മാർ ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെയും ജനങ്ങളുടെയും ഇടയിൽ നിലകൊള്ളുന്നവരാകുന്നു. ആരാണ് അള്ളാഹുവിൻ്റെയും ജനങ്ങളുടെയും ഇടയിൽ നിലകൊള്ളുന്നവർ? അൽ അംബിയാ വൽ ഉലമാ, അംബിയാക്കളും ഉലമാക്കളുമാണ്.
എന്തുകൊണ്ടാണ്? അള്ളാഹുവിൻ്റെ ശരീഅത്ത്, അള്ളാഹുവിൻ്റെ ദീൻ അത് ജനങ്ങളിലേക്ക് വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുന്നത് ഉലമാക്കൾക്കാണ്, പണ്ഡിതന്മാർക്കാണ്. മാത്രമല്ല സലഫുകൾ പറഞ്ഞത് കാണാം, ആർക്കെങ്കിലും അമ്പിയാക്കളുടെ സദസ്സുകളിൽ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർ ഉലമാക്കളുടെ സദസ്സുകളിൽ പോയി ഇരിക്കട്ടെ എന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അമ്പിയാക്കൾ ശരീഅത്ത് വിശദീകരിക്കുന്നത് പോലെ ഉലമാക്കൾ അത് വിശദീകരിച്ച് നമ്മൾക്ക് നൽകുകയാണ്. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് പരിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയതുപോലെ പിൽക്കാലത്ത് ആ ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ, പ്രയാസങ്ങളിൽ, സംശയങ്ങളിൽ, ആശയക്കുഴപ്പങ്ങളിൽ വിശദീകരണം നൽകാൻ, വിശകലനം നടത്താൻ അള്ളാഹു ഈ ഉമ്മത്തിൽ ഉലമാക്കളെ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയമുള്ളവരെ, സലഫിയത്ത് ആഗ്രഹിക്കുന്നവരെ, അഹ്ലുസുന്നയിലായിക്കൊണ്ട് ജീവിക്കണമെന്ന് അതിയായി കൊതിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒരു വിഷയത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ, ഒരു അഭിപ്രായ ഭിന്നതയുണ്ടായാൽ നമ്മൾ എന്തിനാണ് തെരുവിൽ തർക്കിക്കുന്നത്? നമ്മൾ എന്തിനാണ് കമൻറ്റ് ബോക്സുകളിൽ തർക്കിക്കുന്നത്? നമ്മൾ എന്തിനാണ് പള്ളിമുറ്റങ്ങളിൽ കോലാഹലമുണ്ടാക്കുന്നത്? വരൂ, നമുക്ക് ഉലമാക്കളിലേക്ക് മടങ്ങാം, അവരോട് പോയി ചോദിക്കാം. നമ്മുടെ സാഹചര്യങ്ങൾ അറിയുന്ന, നമ്മുടെ അവസ്ഥകൾ അറിയുന്ന, ഇനി അറിയില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്താൽ കൃത്യമായി മനസ്സിലാക്കാനുള്ള അറിവും പക്വതയുമുള്ള പണ്ഡിതന്മാർ ലോകത്തെമ്പാടും ജീവിച്ചിരിക്കുന്നുണ്ട്. ലോകത്ത് വിവിധ രാഷ്ട്രങ്ങൾ സഞ്ചരിക്കുകയും ഓരോ രാഷ്ട്രങ്ങളിലെയും അവസ്ഥകൾ മനസ്സിലാക്കുകയും ചെയ്ത നല്ല ഉലമാക്കൾ ഇന്ന് നമുക്ക് അൽഹംദുലില്ലാ വിവിധ രാജ്യങ്ങളിലായി ജീവിച്ചിരിക്കുന്നുണ്ട്. വലിയ വലിയ പണ്ഡിതന്മാർ, ദീനിൽ ഇരുത്തം വന്ന കിബാറുകളായ പണ്ഡിതന്മാർ, അങ്ങനെയുള്ള പണ്ഡിതന്മാരിൽ നിന്ന് അവരുമായി സഹവസിച്ച് വലിയ അറിവുള്ള ഉലമാക്കൾ ലോകത്തുണ്ട്. അവരിലേക്ക് നമുക്ക് പോകാം. ചിലരൊക്കെ ഇത് പറയുമ്പോൾ പറയും, അവർക്ക് നമ്മുടെ സാഹചര്യം അറിയുമോ, നമ്മുടെ അവസ്ഥ അറിയുമോ എന്നൊക്കെ ചിലർ ചോദിക്കും. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മളെക്കുറിച്ച് ചിന്തിക്കൂ. ഒരറിവുമില്ലാത്ത സാധാരണക്കാരെക്കുറിച്ച് നമുക്ക് ലോകത്തെ ഓരോ രാഷ്ട്രത്തിലെയും അവസ്ഥകൾ എത്ര നന്നായിട്ട് അറിയാം അല്ലേ? വാർത്തകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ നമ്മൾക്ക് എത്ര കാര്യങ്ങൾ അറിയാം. എങ്കിൽ ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നിന്ന് ശിഷ്യന്മാർ വന്ന് പഠിക്കുന്ന പണ്ഡിതന്മാർ, അവരുടെ നാടുകളിലെ അവസ്ഥകൾ വിശദീകരിച്ച് സംശയങ്ങൾ ചോദിക്കുമ്പോൾ കൃത്യമായി പഠിച്ചറിഞ്ഞ് ഫത്വകൾ നൽകുന്ന പണ്ഡിതന്മാർ, ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ സഞ്ചരിച്ച് അവിടെയുള്ള വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും ചർച്ചകൾ നടത്തുകയും അവരുമായി ദീനിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്ന പണ്ഡിതന്മാർ, അവർക്ക് ലോകത്തിൻ്റെയും രാഷ്ട്രങ്ങളുടെയും സാഹചര്യം നമ്മളെക്കാൾ നന്നായി മനസ്സിലാകും എന്ന കാര്യം ലളിതമായി ആർക്കും ചിന്തിച്ചാൽ ബോധ്യപ്പെടാവുന്നതാണ്. അതുപോലെ പണ്ഡിതന്മാർ പറയുന്നത് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അവർക്ക് തെറ്റുപറ്റാം. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊരു വിഷയം എടുത്തു പറഞ്ഞതിന് ശേഷം അവരതിനെക്കുറിച്ച് കൃത്യമായി വിശകലനം നടത്തി പഠിച്ച് മനസ്സിലാക്കി ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാണ് തർക്കിക്കേണ്ട ആവശ്യം? നോക്കൂ, സലഫിയത്ത് ആഗ്രഹിക്കുന്നവർ, ഞങ്ങളും നിങ്ങളും, അല്ലെങ്കിൽ രണ്ട് വിഭാഗം, സലഫിയത്ത് ആഗ്രഹിക്കുന്ന രണ്ട് വിഭാഗം, രണ്ടു കൂട്ടരും അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ ലോകത്തുണ്ട്. ആ പണ്ഡിതന്മാരിലേക്ക് മടങ്ങിയ ശേഷം അവരോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് എഴുതുകയും പറയുകയും ചെയ്തു കൊടുത്ത ശേഷം അവർ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിന് തർക്കിക്കണം? പ്രിയമുള്ളവരെ, പിന്നെ നമ്മൾ എന്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം? ഇനിയും നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇനിയും നമുക്ക് ചോദ്യമുണ്ടോ? നമുക്ക് വീണ്ടും പോകാമല്ലോ. അവർ നമ്മളെ സ്വീകരിക്കാനും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നമ്മളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും സന്തോഷപൂർവ്വം അവർ തയ്യാറായി നിൽക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.